പ്രാവശ്യമുണ്ട്. ഇതും ഈ സ്റ്റാൻസൊക്കെ 2 പ്രാവശ്യം എഴുതിയതിൽ 1 പ്രാവശ്യം. ആദ്യം മാത്രം ഇത് 2 വട്ടം, അവസാനം ഇത് 2 വട്ടം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. പ്രാർത്ഥനാപൂർവം ദൈവ സന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. ക്രിസ്ത്യ കീർത്തനങ്ങൾ 44-ാമത്തെ ഗീതം പാടാം. എല്ലാവർക്കും ഇരിക്കാം. 1ഉം 2ഉം പാഠങ്ങൾ വായിക്കുന്നു. ഒന്നാം പാഠഭാഗമായി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 15 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 15 മുതൽ 28 വരെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വെക്കുക. പിന്നെ മറ്റൊരു കോലെടുത്ത് അതിന്മേൽ എഫ്രീമിൻ്റെ കോലായ യോസഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും എന്ന് എഴുതി വെക്കുക. പിന്നെ നീ അവനെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക. അവ നിൻ്റെ കയ്യിൽ ഒന്നായി തീരും. ഇതിൻ്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കയില്ലയോ എന്ന് നിൻ്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എഫ്രീമിൻ്റെ കയ്യിലുള്ള യോസഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും. അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും. നീ എഴുതിയ കോലുകൾ അവർ കാണുകെ നിൻ്റെ കയ്യിൽ ഇരിക്കണം. പിന്നെ നീ അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവൻ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്ന് സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും.
ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. അവരിനി 2 ജാതിയായിരിക്കുകയില്ല, 2 രാജ്യമായി പിരിയുകയുമില്ല. അവരിനി വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല. അവർ പാപം ചെയ്ത നമ്മുടെ സകല വാസസ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും. അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാവർക്കും ഒരേ ഇടയനുണ്ടാകും. അവർ എൻ്റെ വിധികളിൽ നടന്ന് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും. അവരും മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും. എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭു ആയിരിക്കും. ഞാൻ അവരോട് ഒരു സമാധാന നിയമം ചെയ്യും. അത് അവർക്കൊരു ശാശ്വത നിയമമായിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി അവരുടെ നടുവിൽ ഒരു വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും. എൻ്റെ നിവാസം അവരോട് കൂടെ ഉണ്ടാകും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിലിരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും. ഇങ്ങനെ 1-ാം പാഠം അവസാനിച്ചു. രണ്ടാം പാഠഭാഗമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. 1 കൊരിന്ത്യർ 1-10 മുതൽ 17 വരെ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏകമനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായികയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്റ്റെഫാനോസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു. അതല്ലാതെ മറ്റു പലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിപ്പാൻ അല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്രതമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. ഇങ്ങനെ ഇവിടെ 1-2 പാഠഭാഗങ്ങൾ അവസാനിച്ചു. ധൂപം പ്രാർത്ഥന സ്വീകരിക്കാം. നിനവോ യാചന അതുപോലെ ശുശ്രൂഷ കൈക്കൊള്ളുക. കടലിൽ ആടിയാർക്കുത്തരം അരുളിടുക.
യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഏകപുത്രനും വചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ സകല മനുഷ്യരുടെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധ കന്യകമറിയാമെന്ന് ജഡധരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധ തൃത്വത്തിൽ ഒരുവനും തന്റെ പിതാവിനോടും ജീവനുള്ള തന്റെ വിശുദ്ധ റൂഹായോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ, 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 കുറിയേലായിസോ.
സമയത്ത് ദർശനതയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ശ്ലീഹയുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും സ്ത്രീഹന്മാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ് ഉഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലികളെ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിനവചനങ്ങളെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഹോശോ വബുകുല സുബാൻ ഓൽമീൻ. നമ്മുടെ കർത്താവേ, ശിശുയുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. ഒന്നോനും പരിപാലിക്കുന്നതുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന്റെ സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തിനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു.
ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തുവാകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. ഉപദേശം, ശാസനം, ശിക്ഷാ, നീതിരഭ്യാസം ഈ വചനത്താൽ അടിയാർക്കു ലഭിപ്പാൻ കൃപയുള്ളവനായ പരമപിതാവേ, വേഗം നീ റൂഹായാലെ അരുളിയിടണമെന്നും. Bargimor Stamen Galos. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് നമ്മെ പോഷിപ്പിക്കുകയും തൻ്റെ രക്തം കലർത്തി നമ്മെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യത്തിന് നമ്മെ അവകാശപ്പെടുത്തുകയും ചെയ്ത ഉത്തമനാഥനായ മിശിഹാ തമ്പുരാന് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനമെന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബകുല സുബാൻ ഓൽമീൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവ്വജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ച് നല്ലവനെ ദയതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയുമാത്തുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവാന്തമഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മിശിഹായെ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്ക് നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയുള്ള അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചാർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഈറേന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും മറഞ്ഞിരിക്കുന്നവനായ പിതാവായ ദൈവമേ, നിന്റെ മുൻപാകെയും
തൻ്റെ സ്നേഹം മൂലം ലോകത്തിന് വെളിപ്പെട്ട നിന്റെ വാത്സല്യപുത്രന്റെ മുൻപാകെയും തൻ്റെ ആവസിപ്പാൽ ലോകത്തെ പരിപാവനമാക്കി ചെയ്യുന്ന നിന്റെ വിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ കരുണാസനത്തിന് മുൻപാകെയുമുള്ള വിശുദ്ധ യാഗപീഠത്തിന്മേൽ ഞങ്ങളെ ആത്മീയാങ്ങളാന്ന സത്യാനുതാപവും സ്തുതി സ്തോത്രങ്ങളും ഞങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു. ഇവയെ കൈക്കൊണ്ട് ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും ലംഘനങ്ങൾ ക്ഷമിക്കുകയും നിന്റെ ഇടവേടൊക്കെയും കുറ്റങ്ങളെല്ലാം മായ്ച്ചു കളയുകയും ചെയ്യണമേ. കർത്താവേ, വിശുദ്ധിയോടെ നിന്റെ വിശുദ്ധ മേശയിൽ സംബന്ധിപ്പാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളെ ആയുഷ്കാലമൊക്കെ നിരപരാധവും നിർമ്മലവുമായ ജീവിതത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളെ വൃദ്ധരെ താങ്ങിക്കൊള്ളണമേ. ഞങ്ങളെ യുവജനങ്ങളെ പരിപാകതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ നിന്റെ കൃപയിൽ വളർത്തണമേ. ഞങ്ങളുടെ സ്ത്രീകളെ സൗമ്യതയും സാവധാനതയുമാകുന്ന അക്ഷയഭൂഷണത്താൽ അലങ്കരിക്കണമേ. അനാഥരെയും എല്ലാ വിധവകളെയും നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേനെന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും പിതാവിന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ കന്യകമറിയാവും ജഡം ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുവിധപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ പരിപാലിക്കുന്നതിനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശ്വമുള്ള ഏകഗൃഹായിലും കാതോലികവും അപ്പോസ്തോലികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വ്യത്യസ്തങ്ങളായ നന്മകളെ പ്രാപിച്ച്
ദൈവസന്നിധിയിൽ നന്ദി പറയുന്നതായ അനുഭവമാണല്ലോ ആരാധന. പ്രത്യേകിച്ച് ഈ ആരാധന മധ്യേ ഈ നാളുകളിൽ പ്രാപിച്ചതായ നന്മകൾക്ക് നന്ദി പറയുവാനായിട്ട് നമുക്ക് കഴിയണം. ആയുസിൻ്റെ ഉടയവനായ ദൈവം, കുടുംബത്തിൻ്റെ നാഥനായ ദൈവം വ്യത്യസ്തങ്ങളായ നന്മകൾ നമുക്ക് നൽകുന്നു. ഈ നാളുകളിൽ ജന്മദിനം കൊണ്ടാടുകയും വിവാഹ വാർഷികം കൊണ്ടാടുകയും വ്യത്യസ്തങ്ങളായ നന്മകൾ പ്രാപിച്ചിട്ടുള്ളവർക്കും ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ, സ്തോത്രം കരയറ്റുവാനായിട്ടുള്ളതായ സന്ദർഭമാണ്. മുൻപോട്ട് വരാവുന്നത്രേ. സേവിച്ചിടും നിന്നെ ഞാൻ എന്നേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ എന്നേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ. ജീവനെനിക്കായി ക്രൂശിൽ വെച്ചു തന്നിൻ, ജീവനെ വീണ്ടെടുത്ത പ്രാണനാഥ, സേവിച്ചിടും നിന്നെ ഞാൻ എന്നേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയെ സേവിപ്പാൻ, സ്നേഹിപ്പാൻ തരുന്ന എല്ലാ നല്ല സന്ദർഭങ്ങൾക്കുമായിട്ട് ഞങ്ങൾ അങ്ങയെ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ ആയുസ്സും ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുമൊക്കെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി നൽകുന്നതാണ്. ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ കുറ്റങ്ങളെ, ഞങ്ങളുടെ പാപങ്ങളെ ഒന്നും തന്നെ കണക്കിടാതെ ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുന്നു എന്നുള്ളത് നിരന്തരം ഓർക്കുവാൻ, വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ നാടുകളിൽ ജന്മദിനം കൊണ്ടാടുകയും വിവാഹ വാർഷികം കൊണ്ടാടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തിട്ടുള്ളതായ എല്ലാ നന്മകൾക്കുമായി നന്ദി പറയുന്നു. പുതിയ വർഷം നന്മകളുടേതാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെയും അവരുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ ഓർക്കുക. പ്രത്യേകിച്ച് ഈ നാളുകൾ അവരുടെ വ്യത്യസ്തങ്ങളായ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കുക. ഭൗതികവും ആത്മീയവുമായിട്ടുള്ളതായ നന്മകളൊക്കെ പ്രാപിക്കുവാനായിട്ട് അവിടുന്ന് ഈ നാളുകൾ ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. എല്ലാറ്റിനുമായി നന്ദി പറയുന്നു കർത്താവേ. ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് ജീവിപ്പാൻ തക്കോണം സഹായിക്കണം. അവിടുത്തെ മാറ്റമില്ലാത്തതായ കൃപയെ പിന്തുടരുവാനായിട്ട് ഇടയാക്കണം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പാട്ട് പാടുന്ന സമയം സ്തോത്ര കാഴ്ച അർപ്പിക്കാവുന്ന അത്ര. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിടുന്നു. പാപങ്ങളൊക്കെയും ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകവെ നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിടുന്നു.
കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വിനയത്തോടും താഴ്മയോടും കൂടെ ഈ കാഴ്ചകളുമായി അവിടുത്തെ സന്നിധിയിൽ നിൽപ്പാൻ ഒരവസരം കൂടി തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എത്രമാത്രം നന്മകൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഓർക്കുവാനും, കർത്താവേ, എല്ലായ്പ്പോഴും അവിടുത്തെ സന്നിധിയിൽ കാഴ്ചകളുമായി വരുവാനായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ നിയോഗം സന്തോഷത്തോടും ആത്മാർത്ഥതയോടും തൃപ്തിയോടും കൂടി ചെയ്യുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ കാഴ്ചകളുടെ വിനിയോഗം അവിടുത്തെ നാമമഹത്വത്തിന് കാരണമാക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ക്രിസ്തു ശരീരമാകുന്ന സഭ, ഇതാണ് സഭയായി ഇന്ന് നമുക്കൊരുമിച്ച് ചിന്തിക്കുവാനായിട്ടുള്ളതായ വിഷയം. അതിനാസ്പദമായിട്ടുള്ളതായ വേദഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ച് കേട്ടുവല്ലോ. ഏവൻഗേലിയനായി വായിച്ചതായ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ളതായ വാക്യങ്ങളിൽ 16-ഉം 18-ഉം വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കട്ടെ. ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഒരു ചോദ്യോത്തര അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വേണ്ട വിധത്തിൽ ജനം മനസ്സിലാക്കുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് ശിഷ്യന്മാരോടായി ചോദിക്കുന്നതായ ചോദ്യം, അതിന് ലഭിക്കുന്നതായ ഉത്തരവുമാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇത് സംഭവിക്കുന്നത് ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്താണ്. കൈസർ ചക്രവർത്തിക്ക് ഫിലിപ്പ് തൻ്റെ ബഹുമാന സൂചകമായി മോടി പിടിപ്പിച്ച് റിനോവേറ്റ് ചെയ്തെടുത്തതായ പ്രദേശം ഒരു വലിയ പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഈ പ്രദേശം വിജാതീയ സമൂഹത്താൽ നിറയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ആരാധനാ രീതികളും വ്യത്യസ്തങ്ങളായ ദൈവസങ്കല്പങ്ങളും ഈ പ്രദേശത്തുണ്ട്. ഇവിടെ വന്നിട്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ജനം എന്താണ് പറയുന്നത്? മറ്റുള്ളവർ തന്നെ എങ്ങനെ മനസ്സിലാക്കുന്നു? തന്നെ പറ്റി എന്ത് പറയുന്നു? ലഭിച്ചതായ മറുപടി, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും ചിലർ ഇരമ്യാവോ മറ്റേതെങ്കിലും പ്രവാചകന്മാരോ എന്നുള്ളതായ നിലയിലാണ് എന്ന് ഉത്തരം പറയുകയാണ്. വളരെ വ്യക്തമായി കർത്താവ് വീണ്ടും ചോദ്യം ഈ ശിഷ്യന്മാരോടായി ആവർത്തിക്കുന്നു. ജനം ഇന്നതൊക്കെയാണ് പറയുന്നത്, ശരിയാണ്. പക്ഷേ നിങ്ങളെന്താണ് ഇനിയും പറയുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ആരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഹൂ ഡു യു സേ ദാറ്റ് ഐ ആം? ഈ ചോദ്യത്തിനുള്ളതായ മറുപടിക്കാണ് പത്രോസ് ഇപ്രകാരം പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇത് പറയപ്പെട്ടതായ പ്രദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായ ദൈവസങ്കല്പങ്ങളുള്ളതായ ഒരു പ്രദേശം. സീസറിനെ ദൈവമായി കാണുന്നതായ ഒരു പ്രദേശം. അവിടെയാണ് നീയാണ് യഥാർത്ഥ ദൈവം എന്ന് പറയപ്പെടുന്നത്.
ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളതായ ഒരു അഭിപ്രായ പ്രകടനമാണ്. പ്രിയമുള്ളവരെ, സഭയുടെ വളർച്ച, സഭയുടെ കെട്ടുറപ്പ് എന്തിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്? ക്രിസ്തുവിൻ്റെ ശരീരമാണ് ഈ സഭ. ഈ സഭയുടെ അംഗങ്ങളാണ് ഞാനും നിങ്ങളുമൊക്കെ. അതുകൊണ്ട് തന്നെ ഈ സഭയുടെ വളർച്ചയ്ക്കും ഇതിൻ്റെ കെട്ടുറപ്പിനുമായിട്ട് ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്നു? സഭയെന്ന് ഞാൻ പറയുമ്പോൾ മർത്തോമാ സഭ എന്നുള്ളൊരു വളരെ നാരോ ആയിട്ടുള്ളതായ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടൊന്നുമല്ല. ആഗോള സഭ, ക്രിസ്തു ശരീരമാകുന്നതായ സഭ. ഈ സഭയുടെ കെട്ടുറപ്പിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്നു? എന്താണ് നമ്മൾക്ക് ചെയ്യുവാനായിട്ടുള്ളത്? പത്രോസിൻ്റെ വാക്കുകളിൽ 3 കാര്യങ്ങളുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. ഇത് തന്നെയാണ് സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യം. ഒന്ന്, കറേജിയസ് ഡിക്ലറേഷൻ, വളരെ ധീരമായ പ്രഖ്യാപനം. ധീരമായ ചില പ്രഖ്യാപനങ്ങളാണ് സഭയുടെ വളർച്ചയ്ക്ക് ആധാരം. കറേജിയസ് ആയിട്ട് പറയുവാനായിട്ട് പറ്റണം. ഞാൻ ആവർത്തിക്കുകയാണ്, പത്രോസ് ഇത് പറയുമ്പോൾ ഇതൊരു യഹൂദ ദേശത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ വെച്ച് പറയുന്നതായ വാക്കുകളല്ല. ഇതൊരു വിജാതീയ സമൂഹത്തിൻ്റെ നടുവിൽ കൈസറിനെ ആരാധിക്കുന്നതായ ഒത്തിരിയേറെ ആളുകളുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, നീയാണ് ദൈവം, കൈസർ അല്ല ദൈവം എന്നാണ് അതിൻ്റെ മറിച്ചുള്ളതായ അർത്ഥം. നിന്നെയാണ് ഞങ്ങൾ ദൈവമായിട്ട് മനസ്സിലാക്കുന്നത്. ഈ ലോകപ്രകാരം ഒരു രാജാവിനെ ഞങ്ങൾക്ക് ദൈവമായി കാണുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയല്ല ഞങ്ങളുടെ മതബോധം, വിശ്വാസ അനുഭവം എന്ന് ധീരമായി പറയുക. ഇത് ഒരുപക്ഷെ ഒരു കുറ്റമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രാജാവിനെ ആരാധിക്കാത്തതായ അനുഭവങ്ങളിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു? അവരെ തീച്ചൂളയിലിടുകയാണ്. ദൈവത്തെ പോലെ രാജാവിനെ കണ്ട് ആരാധിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തേ തീരൂ. ഇവിടെ പത്രോസ് പറയുകയാണ്, നീയാണ് ജീവനുള്ളതായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ധീരമായ പ്രഖ്യാപനമാണ്. ഞാനും നിങ്ങളും ഇത്തരത്തിൽ ധീരമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ പലപ്പോഴും നടത്തുന്നവരല്ല. നമ്മൾ ധീരത വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ ഒരു പുവർ പെർഫോമൻസിൽ കാട്ടിക്കൂട്ടുന്നതായ ആളുകളാണ്. ധീരത എന്ത് കാര്യത്തിലാണുള്ളത്? ഈ ധീരതയുടെ നടുവിൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ ആരാധനാ മധ്യേ കർത്താവ് വന്നു ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ഇത്രമാത്രം തകർന്ന് തരിപ്പണമായി കിടക്കുന്നതായ ഒരു ലോകത്ത് ക്രിസ്തു നമുക്ക് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റ വാക്കിൽ എന്തു പറയും? നീ തന്നെ ദൈവം, നീയാണ് സർവവും എന്ന് പറയുവാനായിട്ട് കഴിയുമോ? പ്രിയമുള്ളവരെ, ധീരമായ പ്രഖ്യാപനങ്ങൾ സഭയുടെ കെട്ടുറപ്പിന്, വളർച്ചയ്ക്ക് ആവശ്യമാണ്. ധീരമായ പ്രഖ്യാപനങ്ങൾ നിശ്ചയമായും എല്ലാ കാലത്തും എല്ലായ്പ്പോഴും അനിവാര്യമാണ്. 2, പ്രൊക്ലമേഷൻ വിത്ത് കൺവിക്ഷൻ, ദൃഢ വിശ്വാസത്തോടുകൂടിയുള്ളതായ പ്രഘോഷണം. പ്രഘോഷിക്കുവാൻ പറ്റണം. മറ്റൊരാളോട് നിരന്തരം പ്രൊക്ലെയിം ചെയ്യുവാൻ, പ്രഘോഷിക്കുവാൻ പറ്റണം. എന്താണ് പ്രഘോഷണം? ഞാനും നിങ്ങളും സുവിശേഷകരാണ്. ഈ കർത്താവിനെ മറ്റുള്ളവരോട് പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് കഴിയുന്നതാണ് പ്രഘോഷണം. അത് വാക്കുകളിൽ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ ആവാം. ഈ കർത്താവ് എനിക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്തു തന്നു എന്നുള്ളത് ഒരു മടിയും കൂടാതെ, ഒരു മാനക്കേടും വിചാരിക്കാതെ മറ്റൊരാളോട് പരിചയപ്പെടുത്തിക്കൊണ്ട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പറയുന്നതാണ് പ്രഘോഷണം. അത് ദൈവവചനത്തിൻ്റെ ഉദ്ധരണികളുടെ പശ്ചാത്തലത്തിലാവണമെന്നൊന്നുമില്ല. നമുക്ക് വളരെ പച്ചയായി പറയുവാൻ പറ്റും, എൻ്റെ രോഗ കിടക്കയിൽ എനിക്ക് കൂട്ടിരുന്നതായ എൻ്റെ ദൈവം,
എൻ്റെ ക്ഷീണാവസ്ഥയിൽ എന്നെ താങ്ങിപ്പിടിച്ചതായ ദൈവം, എൻ്റെ മാനസികമായ സമ്മർദ്ദങ്ങളുടെ നടുവിൽ എന്നെ നിരന്തരം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തിയതായ ഒരു ദൈവം, എൻ്റെ ആകുലതകളുടെ നടുവിൽ എന്നെ ധൈര്യപ്പെടുത്തിയതായ ഒരു ദൈവം. ഇങ്ങനെ ദൃഢവിശ്വാസത്തോടുകൂടി പ്രഘോഷിക്കുവാനായിട്ട് പറ്റണം. പത്രോസ് ഇവിടെ അതാണ് ചെയ്യുന്നത്. ഒത്തിരിയേറെ ദൈവസങ്കല്പങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടാകും, പക്ഷെ ഞാൻ കരുതുന്നു നീയാണ് ദൈവപുത്രൻ. അതാർക്കും പറയുവാൻ പറ്റാത്തതായ ഒരു പ്രഘോഷണമാണ്. ജനം പറയും, ഇവനെ കണ്ടിട്ട് യോഹന്നാൻ സ്നാപകനെ പോലെ ഉണ്ടല്ലോ എന്ന്. കാരണം യോഹന്നാൻ സ്നാപകനെ അറിയപ്പെടുന്ന ഒരു വിപ്ലവ നായകനായിട്ടാണ്. ആ കാലഘട്ടത്തിൽ കേൾക്കാത്തതായ ശബ്ദത്തോടുകൂടി ആരുടെയും മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു വിപ്ലവ നായകനെ പോലെ ശബ്ദിച്ചതായ യോഹന്നാൻ സ്നാപകൻ. ശരിയാണ്, കർത്താവിൻ്റെ ചില വാക്കുകളിൽ ഒരു വിപ്ലവ നായകന്റെ വാക്കുകളുടെ സ്വരമുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു ഇവൻ ഏലിയാവാണെന്ന് തോന്നുന്നു. കാരണം ഏലിയാവിന് അതിശയങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നതായ മനുഷ്യനാണ്. സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി യാഗത്തെ കത്തിക്കുവാനായിട്ട് കഴിവുള്ളതായ മനുഷ്യനാണ് ഏലിയാവ്. ഒരുപക്ഷെ ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ കർത്താവിനെ ഏലിയാവ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ ദോഷം പറയുവാനായിട്ട് കഴിയത്തില്ല. കാരണം എത്രയോ അതിശയ പ്രവൃത്തികളാണ് നിരന്തരം ഈ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ അതിശയ പ്രവൃത്തികൾ പലപ്പോഴായി നടന്നിട്ടില്ലേ? വീണ്ടും ചിലർ പറഞ്ഞു ഇവൻ ഇരമ്യാവോ മറ്റ് പ്രവാചകന്മാരിൽ ആരോ ആയിരിക്കാം. കാരണം ഇവൻ്റെ വാക്കുകളിൽ ഒരു പ്രവചന ശബ്ദമുണ്ട്. ഒരു പ്രവാചകനെ പോലെയാണ് സംഭാഷിക്കുന്നത്. അതും യാഥാർത്ഥ്യമാണ്. ഈ കർത്താവിൻ്റെ വാക്കുകളിൽ പലപ്പോഴും പ്രവചനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയും? ഒരുപക്ഷെ ശിഷ്യന്മാരുടെ പ്രതിനിധിയായിട്ട് പത്രോസ് പറയുകയാണ്, നീ അതിനും ഉയരത്തിൽ, അതിനും മേലെ, നീ ദൈവത്തിൻ്റെ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. നീയാണ് ദൈവം, നീ മാത്രമാണ് ദൈവം എന്ന് ദൃഢവിശ്വാസത്തോടുകൂടി, വളരെ കൺവിക്ഷനോടുകൂടി പ്രഘോഷിക്കുകയാണ്. ഈ പ്രഘോഷണം ഏറ്റെടുത്തതായ ഒരു സമൂഹം ഇന്ന് ഞാനും നിങ്ങളും ഈ ആരാധനാലയത്തിലിരിക്കുമ്പോൾ ഈ പ്രഘോഷണങ്ങളിൽ കൂടി മാത്രമേ നമ്മുടെ സഭ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്നതായ സഭയുടെ കെട്ടുറപ്പിന് കാരണമായി തീരത്തുള്ളൂ. സഭ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനമായിട്ടോ ഒരു കെട്ടിടമായിട്ടോ ഞാൻ നിങ്ങളും കാണാനായിട്ട് ശ്രമിക്കരുത്. ഉയരം കൂടിയതായ പള്ളികൾ വെക്കുന്നത് കൊണ്ടോ, നീളം കൂടിയതായ പള്ളികൾ വെക്കുന്നത് കൊണ്ടോ, സ്വർണ്ണ കൊടിമരങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടോ, വിശിഷ്ടമായിട്ടുള്ളതായ വസ്തുക്കൾ കൊണ്ട് അൽത്താര ഉണ്ടാക്കുന്നത് കൊണ്ടോ ഒന്നും സഭ വളരത്തില്ല. സഭ വളരുവാനായിട്ട് വേണ്ടുന്നത് കറേജസ് ആയിട്ടുള്ള ഡിക്ലറേഷൻസ് ആണ്, ധീരമായിട്ടുള്ളതായ പ്രഖ്യാപനങ്ങളാണ്, ദൃഢവിശ്വാസത്തോടു കൂടിയുള്ളതായ പ്രഘോഷണങ്ങളാണ്. ഒരു കാര്യം കൂടി ഈ വാക്കുകളിൽ കാണുവാനായിട്ട് കഴിയും, വിശ്വാസത്തോടു കൂടിയുള്ളതായ ഏറ്റുപറച്ചിൽ, കൺഫെഷൻ വിത്ത് ക്രിഡൻസ്. വിശ്വാസത്തോടു കൂടിയുള്ളതായ ഒരു ഏറ്റുപറച്ചിൽ. എനിക്ക് നിങ്ങൾക്കും നിരന്തരം ഏറ്റുപറയുവാനായിട്ടുള്ളതായ അവസരമുണ്ട്. ദൈവസന്നിധി അതിനൊരു വലിയ ഇടമാണ്. കാരണം എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ പൊറുക്കുവാനായിട്ട് ഈ ദൈവമല്ലാതെ ആരുമില്ല. അതുകൊണ്ട് ഓരോ കുർബാനയും ഓരോ ആരാധനയും നമ്മൾ ദൈവസന്നിധിയിൽ വളരെ ആത്മാർത്ഥമായി പറയുക, കർത്താവേ, വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും എല്ലാം ഞാൻ പിഴച്ചു. നിന്റെ മകനെന്ന് വിളിപ്പാനായിട്ട് ഒരു അർഹതയുമില്ലാതെ ഇരിക്കുന്നതായി എന്നെ നീ സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ 100% വിശ്വസിക്കുകയാണ് ഈ ദൈവം തമ്പുരാൻ നമ്മളെ സ്വീകരിക്കും. ചില പോരായ്മകൾ, ചില പാപങ്ങൾ വ്യക്തികളായോ സമൂഹമായോ സംഘടനയായോ സഭകളായോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റുപറയുവാൻ പറ്റണം. ഈ ഏറ്റുപറച്ചിൽ തകർച്ചയിലേക്കല്ല, പിന്നെയോ വളർച്ചയിലേക്കാണ് ഇടയാക്കി തീർക്കുന്നത്. പത്രോസിൻ്റെ വാക്കുകൾ ഒരു ഏറ്റുപറച്ചിലാണ്.
ഒരു വിശ്വാസത്തോടു കൂടിയുള്ളതായ ഏറ്റുപറച്ചിലാണ്, നീയാണ് ദൈവം. ചില സന്ദർഭങ്ങളിലെങ്കിലും ഞങ്ങളത് തിരിച്ചറിയാതെ പോയി, ചില സന്ദർഭങ്ങളിലെങ്കിലും ഞങ്ങളത് മറന്നുപോയി, ചില സന്ദർഭങ്ങളിലെങ്കിലും ഞങ്ങൾ മറ്റുള്ളവരോട് ഇത് പങ്കുവയ്ക്കാതെ പോയി. വിശ്വാസത്തോടു കൂടിയുള്ളതായ ഏറ്റുപറച്ചിൽ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരും. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളെയും ആരാധന അനുഭവത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ ഈ 3 കൂട്ടം കാര്യങ്ങൾ നിരന്തരമുണ്ട്. ഇതില്ലാതെ ആരാധനയ്ക്ക് അർത്ഥമില്ല, സഭയ്ക്ക് വളർച്ചയില്ല, ക്രിസ്തു ശരീരമാകുന്നതായ സഭ നിലനിൽക്കത്തില്ല. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ധീരമായ പ്രഖ്യാപനമാണ്. വളരെ ധീരതയോടുകൂടി എവിടെയും പറയുവാൻ പറ്റണം, ഈ ദൈവമാണ് യഥാർത്ഥ ദൈവം, ഈ ദൈവമാണ് എന്നെ വീണ്ടെടുത്ത ദൈവം, ഈ ദൈവമാണ് എന്നെ നിലനിർത്തുന്ന ദൈവം. 2, വളരെ ദൃഢവിശ്വാസത്തോടുകൂടി പ്രഘോഷിക്കുവാൻ പറ്റണം. മറ്റുള്ളവരോട് നിരന്തരം പറയണം, ഈ ദൈവം എനിക്ക് ആരാണ്, ഈ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു, ഈ ദൈവം എത്ര ശ്രേഷ്ഠമായ വിധത്തിലാണ് എൻ്റെ തലമുറയെ നടത്തിയത്, എനിക്ക് ആയുസ്സും ആരോഗ്യവും ഈ ദൈവം തമ്പുരാൻ തന്നത്, ഭൗതികമായ നേട്ടങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറമായിട്ട് തന്നത്, പല പ്രയാസങ്ങളുടെയും ഭാരങ്ങളുടെയും നടുവിൽ ഞാൻ തളർന്ന് തരിപ്പണമായി പോകാതിരിക്കുവാൻ എന്നെ ആത്മവിശ്വാസം കൊണ്ട് നിറച്ചത്. ഇത് പ്രഘോഷിക്കണം. 3, വളരെ വിശ്വാസത്തോടുകൂടി ഏറ്റുപറയണം. ഒരേറ്റുപറച്ചിലിൽ കൂടി മാത്രമേ സഭയ്ക്ക് നിലനിൽപ്പുള്ളൂ. അത്തരത്തിൽ ഈ നാളുകളിൽ സഭ എന്നുള്ളതായ നിലയിൽ എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിട്ടുള്ളതായ ഉത്തരവാദിത്വം, ഈ കർത്താവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നാൽ നിശ്ചയമായും നമ്മുടെ പ്രഖ്യാപനവും നമ്മുടെ പ്രഘോഷണവും നമ്മുടെ കൺഫെഷനും അർത്ഥമുള്ളതായി തീരുവാനായിട്ട് ഇടയായി തീരും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വചനത്തിൽ കൂടി അവിടുന്ന് നിരന്തരം അവിടുന്ന് അവിടെ അങ്ങേ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഈ കാലങ്ങളിൽ അങ്ങേ എങ്ങനെ കാണുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ചിന്തിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഭൗതികമായ നന്മകൾ തക്ക സമയത്ത് തരുന്ന ഒരു ദൈവം എന്നുള്ളതായ സങ്കല്പങ്ങൾക്ക് അതീതമായി എന്നെ ഞാനാക്കുന്ന, ഞങ്ങളെ ഞങ്ങളാക്കി തീർക്കുന്ന, ഞങ്ങളുടെ പാപക്കറകളെ കഴുകി വീണ്ടെടുക്കുന്ന കർത്താവ് എന്നുള്ളതായ നിലയിൽ ഞങ്ങളുടെ ഉദാത്തമായിട്ടുള്ളതായ ചിന്തകളും ശ്രേഷ്ഠമായിട്ടുള്ളതായ ദൈവവിചാരങ്ങളുമൊക്കെ ഈ നാളുകളിൽ ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഗോള ക്രൈസ്തവ സഭയെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുക. പ്രഖ്യാപനങ്ങളിലും പ്രഘോഷണങ്ങളിലും ഏറ്റുപറച്ചിലുകളും ഒക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. അവിടുത്തെ വചനത്തെ മുൻനിർത്തി ജീവിപ്പാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ കുർബാന നിശ്ചയമായും ഒരു വലിയ പ്രഖ്യാപനവും ഒരു വലിയ പ്രഘോഷണവും തന്നെയാണ്. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും വീണ്ടും വരുന്നുവെന്നും ഉള്ളതായ ധീരമായ അനുഭവമാണ്. നിശ്ചയമായും വിശുദ്ധ കുർബാന അനുതാപ ഹൃദയത്തോടു കൂടിയുള്ളതായ ഏറ്റുപറച്ചിലുകളാൽ സമ്പുഷ്ടമായി തീരുക. ആയതിനാൽ ഈ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അനുതാപ ഹൃദയത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ താല്പര്യപൂർവം ഏറ്റ് പറയാവുന്നത് അത്രേ. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ,
നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാം ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശീഹാ തമ്പുരാനെ, സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എൻ്റെ ഹൃദയ കൈകളെ നിങ്കലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചുകൊള്ളും. ഞാൻ മുഴുവനും നിങ്കലായിരിക്കാനും നിൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിപ്പാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ ബോധത്തെ ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ, എൻ്റെ കണ്ണുകളെയും വ്യർത്ഥ കാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ, എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി അനുതപിച്ച തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സിലും സകല പാവം ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എൻ്റെ സഹോദരരും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി എന്നോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പീ. കർത്താവേ, നിൻ പാതിലിൽ മുട്ടുന്നു അടിയങ്ങൾ. നിന്നാലയം ചേർന്നു ഞങ്ങൾ അനുഗ്രഹമിരക്കുന്നു. ഗുണവാനേ, നിൻ ശുദ്ധീകരിക്കാൻ നീ ഞങ്ങളെ. കർത്താവേ, ഈ സമയത്ത് പരിപൂർണമായ സ്നേഹവും ഐകമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോർഷോ വബുകുല സുബാൻ ഓൽമീ. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. മശിഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവ്വദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവ്വദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിന് ശേഷം
കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയുള്ള ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണക്കുന്നു. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുകളാൽ ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധ റൂഹാടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. ഹോശോ വബുകുല സുബാൻ ഓൽമീൻ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നതിനുമായ ഉയരത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. ദൈവമായ കർത്താവിൽ അവയാകുന്നു. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും സത്യമായി യോഗ്യവും ന്യായവുമാകുന്നു. കർത്താവേ, ദർശനിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ഭക്തിമയമാരുടെ ആയിരമായിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ വിശുദ്ധാകൈകളിൽ അപ്പം താനെടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും അവനെടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികളും പ്രകാരം പ്രതിഫലം നൽകുന്ന പരിഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു കൊല്ലുന്നു. ലാബോ കാതമറോ. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട്
ഉത്തരമളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമളി ചെയ്ത് ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ അപ്പം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഇവയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടകട പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബുകുല സുബാൻ ഓൽമീൻ. കർത്താവേ, 4 ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ അധ്യക്ഷന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യാക്കീം മാർ കൂറിലോസ്, ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തിമോഥെയോസ്, ഐസക് മാർ പീലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യോസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പന്മാരെയും കശീശന്മാർ, ഷെമാശന്മാർ മുതലായി പട്ടത്തിനടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേലയുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴെ അവരെ നടത്തണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആർദ്രമദേവാതിലിൽ മുട്ടുന്നു, ഹാ
സകലത്തിൻ്റെ ഉടവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തൻ്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹിക്കനായ കർത്താവേ, നിന്റെ തൃക്കൈയിൽ ഞങ്ങളുടെ ജീവനെ ഞങ്ങൾ ഭരമേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇറക്കുന്നു. നല്ലവനെ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിവിധങ്ങളായ ആവശ്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. COVID-19 ഭീഷണിയിൽ ഭീതിയിൽ കഴിയുന്നതായ പ്രദേശങ്ങളെ, രാഷ്ട്രങ്ങളെയൊക്കെ ഓർക്കാം. വാക്സിൻ നൽകുന്നതൊക്കെ ഫലപ്രാപ്തിയിലെത്തുവാൻ, കുറ്റമറ്റതായ നിലയ്ക്ക് അതൊക്കെ ക്രമീകരിക്കുവാൻ എല്ലാ രാഷ്ട്രങ്ങളിലും അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കണമേ. നമ്മുടെ രാജ്യത്തും അത് ഫലകരമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ ഈ പ്രദേശത്തെയും ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആഗോള ക്രൈസ്തവ സഭയെ വിവിധ സഭകൾക്കായിട്ടൊക്കെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായി, പട്ടക്കാർക്കായി, സുവിശേഷകർക്കായി, വിശ്വാസ സമൂഹത്തിനായിട്ടൊക്കെ പ്രാർത്ഥിക്കാം. ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്നതായ അഭിമന്യ തിരുമേനി, മറ്റ് ചുമതലക്കാർ, പ്രത്യേകിച്ച് അടുത്ത മാസം ക്രമീകരിച്ചിരിക്കുന്നതായ മാരാമൺ കൺവെൻഷൻ, എല്ലാ കാര്യങ്ങളും ദൈവത്തിന് കൃപയുണ്ടാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, ഭാരങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർക്കായി പ്രാർത്ഥിക്കാം. പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, കുഞ്ഞുങ്ങൾ, കുടുംബസ്ഥരായ ആളുകൾ, യൗവനക്കാർ, വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിലും പ്രയാസത്തിലും കഴിയുന്നവർ, ചികിത്സയിലായിരിക്കുന്നവർ, എല്ലാവരെയും ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടത രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും അത്യന്തമില്ലാത്തതും അന്ത്യമായിരിക്കുന്നതും